കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് ശേഷം പോസ്റ്റ് മാച്ച് ടോക്കിനെ കുറിച്ചോ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിനെ കുറിച്ചോ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതിന് കാരണം ആ മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും എന്ന് കരുതിയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പുള്ളി പറഞ്ഞത് വിജയം അർഹിച്ചിരുന്നു, 3 പോയിന്റ് ഞങ്ങൾ ഡിസർവ് ചെയ്തിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും അർഹിച്ചിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അതിന് കാരണം പുള്ളി പറയുന്നുണ്ട്, ഇറ്റ്സ് ട്രൂ ദാറ്റ് ദേ ഹാവ് ഗുഡ് പ്ലേയേഴ്സ്, ഗുഡ് ക്വാളിറ്റി പ്ലേയേഴ്സ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ക്വാളിറ്റി ഉള്ള താരങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. ബട്ട് ദ വേ വി അപ്രോച്ച് ദ ഗെയിം, ദ വേ വി മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ദ വേ വി വർക്ക്ഡ്, വി ഡിസർവ് അറ്റ്ലീസ്റ്റ് എ പോയിന്റ്, മേ ബി 3 പോയിന്റ്സ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ മത്സരത്തിനോട് കാണിച്ച സമീപനം, ഞങ്ങൾ മത്സരത്തിൽ പുലർത്തിയിരുന്ന സ്ട്രക്ചർ, ഞങ്ങൾ മത്സരത്തിൽ എടുത്തിരുന്ന എഫേർട്ട്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കുറഞ്ഞത് ഒരു പോയിന്റെങ്കിലും അർഹിച്ചിരുന്നു. ഒരു പോയിന്റ് അല്ല, 3 പോയിന്റും ഞങ്ങൾ അർഹിച്ചിരുന്നു. വി ആർ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഞങ്ങളൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വി ഹാവ് ടു വർക്ക് ഹാർഡർ ടു വിൻ ഗെയിംസ് നൗ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങൾ ജയിക്കുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നത് അനിവാര്യതയാണ്. മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം നന്നായിട്ട് കളിച്ചു എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത്. ഇൻഡിവിജ്വൽ എറേഴ്സ് ആണ് ഗോൾ വഴങ്ങിയത് എന്ന് പുള്ളി ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാ മത്സരത്തിന് ശേഷവും പുള്ളി ഇത് തന്നെയാണ് പറയുന്നത്, നന്നായിട്ട് കളിച്ചിരുന്നു, ഞങ്ങൾ വിജയം അർഹിച്ചിരുന്നു. പക്ഷേ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ കുറച്ച് ആത്മാർത്ഥത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ചെയ്യാഞ്ഞത്. പക്ഷേ ഈ നന്നായി കളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് 1.5 പോയിന്റ് 1 പോയിന്റ് ആരും തരില്ലല്ലോ. ഗോൾ അടിക്കുക, ഗോൾ വഴങ്ങാതിരിക്കുക, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ചെയ്താൽ മാത്രമേ 3 പോയിന്റ് സ്വന്തമാക്കാൻ കഴിയത്തുള്ളൂ. ഏതായാലും ആശാൻ പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വളരെയധികം ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ടെന്നത് സത്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തിരുന്നു. ഞങ്ങൾ മത്സരത്തിനെ സമീപിച്ച രീതിയും ഞങ്ങൾ മത്സരത്തിലിട്ട എഫേർട്ടും ഞങ്ങൾ പുലർത്തിയ സ്ട്രക്ചറും വെച്ച് നോക്കുമ്പോൾ 3 പോയിന്റ് അല്ലെങ്കിൽ കുറഞ്ഞത് 1 പോയിന്റെങ്കിലും ഞങ്ങൾ അർഹിച്ചിരുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സരം വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം എന്നാണ് പുള്ളി പറയുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അത് അത്രയും നന്നായിരുന്നു എന്നാണ് ഒരു ആരാധകൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്.